എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫാമിലി കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ഒരു ടർഫിലോട്ട് വന്നതാണ്ടോ. വൈകുന്നേരം ഈവനിങ് ടൈം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്ടോ. അപ്പോൾ ടർഫ് കയറിയപ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട്. ഫിഷ് ബാ, കാരംസ്, ചെസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കഫേയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഫേയിൽ നമുക്ക് പിന്നെ കയറാം. ആദ്യം നമുക്ക് എന്താക്കാം, മക്കളെ പോയിട്ട് പാർക്കിൽ കയറ്റി വിടാം കേട്ടോ. അപ്പം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഈവനിങ് ടൈമിൽ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടെ ആയിട്ട് വരാം കേട്ടോ. അപ്പം ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ടർഫ് എടുത്തിട്ട് കളിക്കാം, മക്കൾക്ക് ഇതുപോലെ അവരുടേതായ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മളെ ബർത്ത്ഡേ പരിപാടിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും കൂടെ ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ഈവനിങ് ടൈമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ വീഡിയോ കാണാതെ എന്തായാലും കണ്ടു നോക്കണേ. അപ്പോൾ ഇതും നമ്മൾ ടർഫിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് വരുന്നത് സ്പോർട്ടീസ് പാർക്ക് എന്നാണ്. അപ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം എന്നുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതായി ഒരു റൈഡിന് വരുന്നത് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. ഈ ടർഫിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒരു റൗണ്ട് പോവാം കേട്ടോ. ഈ ബൈക്ക് മാത്രമല്ല, അതുപോലെ തന്നെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന ടീം ഏതാണെന്ന് അറിയുന്നത് ഇത് നമ്മളെ സ്വന്തം ടീമാണ് കേട്ടോ. അപ്പോൾ ഇക്കാണ് ബാറ്റ് ചെയ്യുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും കേട്ടോ ഇക്കാക്ക് ക്രിക്കറ്റ് കളിക്കുന്നത്. പണ്ട് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് നേരെ ടർഫിലോട്ട് മാറി കേട്ടോ. പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മക്കളുടെ ഡാൻസ് ഒന്ന് കണ്ടാലോ. ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഷാലു മാത്രം സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്ക് കാണികളായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒരു മെമ്മറീസിന് വേണ്ടി നമ്മൾ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഷാലു കരഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നത്. കുഞ്ഞുഞ്ഞുനെ എന്നെ കൊണ്ടുപോലേ എന്ന് പറഞ്ഞ മാതിരി അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എല്ലാവരും കൂടി അവനെ തൂക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കഫേയിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ആദ്യം തന്നെ ഐസ്ക്രീം കഴിച്ചിട്ടു. അപ്പോൾ ഇത്രയും നേരത്തെ നമ്മൾ ക്ഷീണത്തിന് എന്ത് ചെയ്യണം, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ആദ്യം തണുപ്പിച്ചിട്ട് നോക്കാം ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിട്ട് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരുമിച്ച് കഴിച്ച് ഈ ഒരു സമയം ഭയങ്കര വാല്യബിളായ ഒരു സമയമാണ് കേട്ടോ. ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതാതെ ഞങ്ങൾ മരുമോനാണ്, അവൻ ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ. അപ്പോൾ ആ മോളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓരോരുത്തർ വേണ്ടിയത് ഓർഡർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ പോപ്കോൺ കഴിച്ച്, കുറച്ച് ആൾക്കാർ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടോ. ഇവിടുത്തെ കോഫി അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിലി മക്കളൊക്കെ ആയിട്ട് അടിച്ചു വിളിക്കാൻ പറ്റിയൊരു പാർക്കാണ്. അപ്പോൾ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.